ഈ ഒരുങ്ങനെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന്. അതന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്തു പോകാൻ കേട്ടോ എല്ലാവരും കൂടിയിട്ട്. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാനും ദോശയുമായിട്ടുള്ളൊരു ബന്ധം. മഞ്ചേരിയിൽ നിന്നായാലും കോഴിക്കോട് നിന്നായാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദോശ കഴിക്കാൻ പോലെ കേട്ടോ. അപ്പം നമുക്ക് പോകാം. സോറി പോകാനായിട്ടില്ല, കാക്കയും കൂടി വരാനുണ്ട് കേട്ടോ. അവന് കോളേജിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇറങ്ങാം. അതുവരെ നമുക്ക് ഇങ്ങനെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കാം. അവൻ വന്നെങ്കിലും ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ, പാവല്ലേ, കുറച്ച് ഡ്രൈവൊക്കെ ചെയ്ത് വരുന്നതല്ലേ. ഞാൻ കുറേ കാലമായി ഇത്ര ദിവസം അടുപ്പിച്ച് ഞാൻ വീട്ടിൽ നിൽക്കുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് മഞ്ചേരിയുള്ള ഒട്ടുമിക്ക സ്ഥലത്ത് പോലാണ് ഇപ്പൊ പണി. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കച്ചേരിപ്പടിയുള്ള സ്റ്റോക്സി റെസ്റ്റോ കഫേയിലാണ് കേട്ടോ. ഇവിടെ ദോശയാണ് സാറേ മെയിൻ ഐറ്റം. അപ്പൊ ഞാൻ ഇവിടെ വരാതിരിക്കാൻ പാടുണ്ടോ? നിങ്ങൾ എന്നെ പറയും. ഞങ്ങൾ 9-9:30 ആയിട്ട് ഇറങ്ങാൻ വേണ്ടി ഇവിടെ 12 മണി വരെ ഓപ്പൺ ആണ്. ആ സമാധാനത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നെ പോലെ ദോശപ്രേമികൾക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ. പല ജാതി ദോശകളെ കൊണ്ട് ഒരു പെരുമഴ തന്നെ ഇവിടെ ഉണ്ട്. ഗീ ദോശ, ഗീപ്പൊടി ദോശ, ഗീപ്പൊടി മസാല ദോശ, നോർമൽ മസാല ദോശ, ചിക്കൻ ദോശ, ചിക്കൻ ബട്ടർ മസാല ദോശ, എഗ് ദോശ, എഗ് മസാല ദോശ, മഷ്റൂം മസാല ദോശ തുടങ്ങി ഇനിയുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോ ഞാൻ വെറുതെ ഇരിക്കോ, എല്ലാം ഓരോ പ്ലേറ്റ് അങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞു. ഇന്റെ ആര്യനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ തിന്നാണ് കേട്ടോ. നിലു എന്ത് കുരുത്തക്കേട് അടുത്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടാണ് ദോശ തിന്നണത്. ഉമ്മ ഇപ്പം എഗ് മസാല ദോശയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതിലൊന്ന് നൈസായിട്ട് കൈയിട്ട് വാരിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ അല്ലേ. രസം കേട്ടോ. പിന്നെ കാക്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മഷ്റൂം മസാല ദോശ ഒരു പിടി അങ്ങോട്ട് കഴിച്ചു. ആർക്കും നമ്മൾ അത്ര സമാധാനം കൊടുക്കരുത്. എല്ലാവരും ഓർഡർ ചെയ്ത ഹെവി ഐറ്റംസ് ഒക്കെ ഞാൻ കൈയിട്ട് വാരി തിന്നണോണ്ട് ഇന്റേതാരും കൈയിട്ട് വാരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഗീ പൊടി ഒരു നോർമൽ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോർമലി ഈ ഗീ പൊടി ദോശ. ഞങ്ങൾ എല്ലാ ഐറ്റംസും വന്നു, ഒരാളുടെ മാത്രം വന്നില്ല കേട്ടോ, റെയിനുൻ്റെത്. ഇപ്പൊ വരും. അവൻ എന്നെ പോലെ അത്ര വലിയ ക്ഷമ ഇല്ലാത്തതുകൊണ്ട് എന്റേത് എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം അവൻ്റെത് എത്തി. അവൻ്റെ കിട്ടിയപ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ. കഴിച്ചാൽ മാത്രം പോരല്ലോ, എന്തെങ്കിലും കുടിക്കണ്ടേ. ഇവൻ ഓർഡർ ചെയ്ത് നോക്ക് ചിക്കു ഷെയ്ക്കാണ് കേട്ടോ. അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് സിപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഒന്ന് സിപ്പ് ചെയ്തു, ബാക്കി ഐസ്ക്രീം ഒന്ന് സ്പൂൺ കൊണ്ട് കൊരി തിന്നുകയും ചെയ്തു. ഇതൊക്കെ ഒരു രസമല്ല ആശ്. കൂടുതൽ കുടിക്കാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അത് തിരിച്ചു വെച്ചപ്പോൾ ഞാൻ അപ്പുറത്തൊരു സാധനം കണ്ടു, മൊജിറ്റോ. ആരും ഓർഡർ ചെയ്ത സ്ട്രോബെറി മൊജിറ്റോ ആണ് കേട്ടോ. ഇതായിട്ട് ഞാൻ എന്തിനു കുടിച്ചു നോക്കാതെക്കണം. അതൊരു സിപ്പ് എടുത്തു, വേഗം തിരിച്ചു കൊടുത്തു. ആരും ഉണ്ടക്കണ്ണം വെച്ച് തന്നെ നോക്കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനൊന്നും ഓർഡർ ചെയ്തില്ലേ കുടിക്കാൻ. ഞാൻ നല്ല ചായ, ഞങ്ങൾ എല്ലാവരും ചായ കേട്ടോ, മക്കൾ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അങ്ങനെ ഞാനൊന്ന് ചായ എടുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നീല് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നിൽക്കണത് കേട്ടോ. അടി കിട്ടുന്നൊക്കെ നല്ല രീതിയിൽ പറഞ്ഞെങ്കിലും എന്റെ ശൗര്യൊന്നും പണ്ടത്തെ പോലെ വലിക്കണില്ല കേട്ടോ. ഓൻ കൂളായിട്ട് ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഒരു പരന്ന് കിടക്കണ ഒരു മൈതാനം കാണുമ്പോൾ ഓനൊന്ന് ഇറങ്ങി ഓടാനൊക്കെ തോന്നൂലേ, കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ. പിന്നെ ലാസ്റ്റ് അടവ് പുറത്തേക്ക് എടുത്തു, ഫോൺ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇതാണ് അവിടുത്തെ ഒരു വൈബ് കേട്ടോ. നല്ല രസമല്ലേ, ഒരു ഫീൽ ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ്. അങ്ങനെ ഞങ്ങൾ കണ്ണും മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒരു ഫാമിലി ഫോട്ടോയും കൂടി പാസ്സാക്കിയിട്ട് ഇറങ്ങാല്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.